നമസ്കാരം ഫ്രണ്ട്സ്, ഗരം മസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചക്കക്കുരു എങ്ങനെ പ്രിസർവ് ചെയ്ത് വെക്കാന്നുള്ളതാണ്. ഇതിനു മുൻപ് ഞാൻ ചക്ക എങ്ങനെ ഉണക്കി സൂക്ഷിക്കാന്നുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. പലരും എന്നോട് ചോദിച്ച ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. ഈ ചക്കക്കുരു എങ്ങനെ പ്രിസർവ് ചെയ്ത് വെക്കാന്നുള്ളത് പല രീതിയിൽ നമുക്ക് ചക്കക്കുരു പ്രിസർവ് ചെയ്ത് വെക്കാം. നമുക്ക് ഓരോ മെത്തേഡായിട്ട് കാണാം. ചക്കക്കുരു നമുക്ക് പല രീതിയിൽ പ്രിസർവ് ചെയ്ത് വെക്കാം കേട്ടോ. ട്രഡീഷണൽ ആയിട്ട് ചക്കക്കുരു പ്രിസർവ് ചെയ്ത് വെക്കുന്ന ഒരു മെത്തേഡിൻ്റെ മോഡേൺ വേർഷനാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇതൊരു കലത്തിൽ ഞാൻ ചക്കക്കുരു നിറച്ച് വെച്ചിരിക്കുകയാണ്. നമുക്ക് ഇങ്ങനെ ഈ കലത്തിൽ ചക്കക്കുരു പാക്ക് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം അല്ലേ. ഇതുപോലെ നല്ല മണ്ണോ അല്ലെങ്കിൽ മണലോ ഒക്കെ നമുക്ക് ഡിസിൻഫെക്റ്റ് ചെയ്തെടുക്കണം. ഒന്നുകിൽ വെയിലത്തിട്ടിട്ട് നമുക്കിത് ഉണക്കിയെടുക്കാം. വെള്ളം തീരെ ഉണ്ടാകാൻ പറ്റില്ല കേട്ടോ. അല്ലെങ്കിൽ അടുപ്പിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ വെള്ളമൊക്കെ വറ്റിപ്പോയിട്ട് നല്ല മണ്ണായിട്ട് കിട്ടും. കാരണം നനവുണ്ടെങ്കിൽ നമ്മുടെ ചക്കക്കുരു മുളച്ച് വരും. അപ്പോൾ നനവിൽ വെക്കരുത്. ഞാനിങ്ങനെ മണ്ണെടുത്തിട്ട് വെയിലിൽ ഇടാൻ നിന്നപ്പോൾ ഇവിടെ നന്നായിട്ട് മഴ പെയ്തു. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിലോട്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി വെക്കുകയാണ്. ഇങ്ങനെ ചൂടാക്കി വെക്കുമ്പോൾ ഇതിലെ വെള്ളമൊക്കെ പോയിട്ട് ഡിസിൻഫെക്റ്റ് ആവും. അതിന് വേണ്ടിയിട്ടാണ്. ജാക്ക് ഫ്രൂട്ട് പൗഡർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഉണങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ചക്കയായിരുന്നു. മഴ കാരണം തന്നെ ഇത് ഉണക്കാൻ വഴിയില്ല. അതുകൊണ്ട് ഞാൻ ഇതുകൂടെ അടുപ്പിൻ്റെ സൈഡിൽ വെച്ചിരിക്കട്ടെ. ഇത് നല്ല സ്റ്റീലാണല്ലോ, നല്ല ചൂടായി വരുമ്പോൾ ഉണങ്ങി കിട്ടും നമുക്ക് പെട്ടെന്ന് തന്നെ. ചക്കക്കുരു പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല ചക്കക്കുരു കിട്ടുമ്പോഴേ എടുത്ത് വെക്കും കേട്ടോ. ഇനി നമുക്ക് പ്രിസർവ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വെച്ച ചക്കക്കുരുകളാണിത്. ഈ ചക്കക്കുരുന്ന് നല്ലത് നോക്കിയിട്ട് സെലക്ട് ചെയ്യണം. നനവൊന്നും ഇല്ലാത്ത ചക്കക്കുരു വേണം കേട്ടോ. നന്നായിട്ട് ഉണങ്ങിയ ചക്കക്കുരു തന്നെ യൂസ് ചെയ്യണം. മണ്ണൊക്കെ നന്നായിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ചക്കക്കുരും ഉണക്കിയെടുത്തിട്ടില്ലെങ്കിൽ ഈ ചക്കക്കുരു മുളച്ച് വരും. ഞാനിതിന്ന് നല്ല ചക്കക്കുരുകൾ നോക്കിയിട്ട് എടുക്കുകയാണ്. മുറിയാനൊന്നും പറ്റില്ല. ഇതാണോ ഇതുപോലെ കട്ടിങ് ഒന്നും പറ്റില്ല കേട്ടോ. അതാ ഈ ചക്കക്കുരുവൊക്കെ ഉണ്ട്, അതൊന്നും യൂസ് ചെയ്യരുതേ. നല്ല ചക്കക്കുരുകൾ മാത്രം നമുക്ക് മാറ്റിയെടുക്കാം. കുറച്ച് ചക്കക്കുരുവൊക്കെ പ്രിസർവ് ചെയ്ത് വെക്കുന്നത് നല്ലതാട്ടോ. ഇപ്പോൾ ഈ കൊറോണയുടെയൊക്കെ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ എത്രത്തോളം വെജിറ്റബിൾസൊക്കെ അവൈലബിൾ ആവുന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് ചക്കക്കുരു കിട്ടുന്നവർ ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിലത്തെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടാവുമല്ലോ, അതൊക്കെ പ്രിസർവ് ചെയ്ത് വയ്ക്കാം. ഇടയ്ക്കൊക്കെ ഒരു ചക്കക്കുരു തോരനോ അല്ലെങ്കിൽ ഒരു ചക്കക്കുരു കറിയോ ഒക്കെ ഉണ്ടാക്കാമല്ലോ. ഇപ്പോഴാർക്കും ചക്കക്കുരു വേണ്ടി വരില്ല, പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ ആവശ്യമൊക്കെ വരും. ഇങ്ങനെ ഇതിന്ന് നല്ല ചക്കക്കുരുകൾ നോക്കിയിട്ട് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. ഇനി ചക്കക്കുരു പ്രിസർവ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ ഒരു മണ്ണിൻ്റെ കലോ അല്ലെങ്കിൽ കൂജയൊക്കെ എടുക്കാം. ഇവിടെ എൻ്റെ അടുത്തൊരു പഴയ മണ്ണിൻ്റെ കലയുണ്ട്. ഇത് പൊട്ടിയതാട്ടോ. അപ്പോൾ ഞാൻ ഇത് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊരു കൂജയാണ്. വെള്ളം നിറച്ച് വെച്ചിരുന്നതാണ്. ഇതിൻ്റെ ഹാൻഡിലൊക്കെ പൊട്ടിപ്പോകുന്നു. അപ്പോഴിനി ഇത് യൂസ് ചെയ്യാം. വേണമെങ്കിൽ ഇതിൽ ചെടിയൊക്കെ നടാട്ടോ. പക്ഷെ ഞാൻ ഇപ്പോഴും എന്തായാലും ചക്കക്കുരു പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കണത്. അപ്പോൾ ഇത് രണ്ടുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എത്രത്തോളം ചക്കക്കുരു നല്ലത് കിട്ടുന്നോ അതിനനുസരിച്ചിട്ട് ഈ കലത്തിലോട്ട് മാറ്റി ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ഉണക്കി വെച്ച മണ്ണാട്ടത്. ഇതിന്ന് കല്ല് മാറ്റിയിട്ട് ഈ മണ്ണ് അല്ലെങ്കിൽ മണൽ ഏതാ കിട്ടുന്നതെങ്കിൽ യൂസ് ചെയ്യുക. മാത്രം കലത്തിൻ്റെ അടിയിലോട്ട് സ്പ്രെഡ് ചെയ്യണേ. ഇതുപോലെ ഞാൻ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം കണ്ടില്ലേ, ഇതിൻ്റെ അടിയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഈ കല്ലിനെ എടുത്ത് മാറ്റട്ടെ നമുക്ക്. ഇനി ഇതിലോട്ട് നമുക്ക് ചക്കക്കുരു സ്പ്രെഡ് ചെയ്യാം. ഒരു ചക്കക്കുരുവിൻ്റെ മുകളിൽ വേറെ ഒരെണ്ണം വെക്കരുത് കേട്ടോ. മുഴുവനായിട്ടും കണ്ടോ ഇതേപോലെ വെക്കണ്ടേ. ഒന്നിൻ്റെ മുകളിലൊന്നും ഇല്ലാത്ത പോലെ വെക്കണം. ചക്കക്കുരു കിട്ടുന്നതിനനുസരിച്ചിട്ട് ഈ കലത്തിൽ നിറച്ച് വെച്ചാൽ മതി. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വീണ്ടും മണ്ണ് എന്താണ് കയ്യിലുള്ളതെങ്കിൽ അത് യൂസ് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നനവുള്ളത് ഒരിക്കലും യൂസ് ചെയ്യരുത് കേട്ടോ. നനവുള്ളത് യൂസ് ചെയ്താൽ ചക്കക്കുരു പെട്ടെന്ന് മുളച്ച് വരും. പിന്നെ നമ്മളിങ്ങനെ മണ്ണിൽ സൂക്ഷിക്കുന്ന ചക്കക്കുരു നമ്മളിപ്പോൾ ഫ്രഷായി സൂക്ഷിക്കുന്ന ചക്കക്കുരുവിൻ്റെ അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതേ ഫ്രഷ്നെസ് കിട്ടണമെങ്കിൽ കട്ട് ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ ഞാൻ അടുത്ത ലെയർ സ്പ്രെഡ് ചെയ്യണേ. പണ്ട് കാലത്ത് നമ്മൾ വിറകൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലമുണ്ടല്ലോ, ആല എന്നൊക്കെ പറയും, അവിടെ ഒരു കുഴിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ ചക്കക്കുരു സൂക്ഷിക്കാറുണ്ട് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് കേട്ടോ. അതും കുറേ സൂക്ഷിക്കും, എന്നാലേ അതിന് കുറച്ചെങ്കിലുമൊക്കെ കിട്ടുള്ളൂ കേടില്ലാതെ. ഞാൻ അടുത്ത ലെയർ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലും ഞാൻ
സ്പ്രെഡ് ചെയ്യണേ. ഇനി നമുക്ക് എത്രത്തോളം ഉണ്ടോ ചക്കക്കുരു അതിനനുസരിച്ച് ചക്കക്കുരു ഇട്ടിട്ട് മണൽ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കാം. കല്ലാണ്. അടുത്ത ലെയർ സ്പ്രെഡ് ചെയ്യുക. ഇനി ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ കലം ഉണ്ടല്ലോ, അത് ചൂടത്തൊന്നും വെക്കരുത്. നല്ല ഡ്രൈ ആയിട്ടുള്ള തണുപ്പുള്ള സ്ഥലത്ത് വെക്കണം. തണുപ്പുള്ള സ്ഥലത്ത് പറഞ്ഞാൽ കൗണ്ടർ ടോപ്പിലൊക്കെ വെക്കാം. കൗണ്ടർ ടോപ്പിൻ്റെ അടിയിൽ നമ്മൾ ഷെൽഫുകളൊക്കെ ഉണ്ടാവില്ല, അതിൻ്റെ അകത്ത് ഇട്ട് വയ്ക്കാം. അതല്ലാതെ ചൂടിൽ വെക്കരുത്, പുറത്തൊന്നും വെക്കരുത്. മഴ കൊള്ളുന്നിടത്ത്, നനവ് കൊള്ളുന്നിടത്തൊന്നും വെക്കരുത്. ഇനി ഇതിനെ അടപ്പുണ്ടെങ്കിൽ അടച്ച് വെക്കുക, അല്ലെങ്കിൽ ഒരു തുണി കെട്ടി വെച്ചാൽ മതി. ഇപ്പോൾ ഈ കലം നിറച്ച് ഞാൻ ചക്കക്കുരു വെച്ചിട്ടുണ്ട്. ഏറ്റവും ടോപ്പിലായിട്ട് കുറച്ചുകൂടെ മണ്ണ് സ്പ്രെഡ് ചെയ്യുക. നല്ല ഉണങ്ങിയ മണ്ണ് തന്നെ യൂസ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ചക്കക്കുരു കേടുന്നു പോകും. ഈ സമയത്ത് നമ്മൾ ഈ പ്രിസർവ് ചെയ്ത് വെച്ച ഈ ചക്കക്കുരു കർക്കിടക മാസത്തിലൊക്കെയാണ് സാധാരണ യൂസ് ചെയ്യാറ്. ആ സമയമാകുമ്പോഴേക്കില്ലേ പണ്ട് കാലത്ത് ഭക്ഷണ ഐറ്റംസൊക്കെ കുറവായിരിക്കും. അങ്ങനെയുള്ള സമയത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ചക്കക്കുരുവൊക്കെ പ്രിസർവ് ചെയ്ത് വയ്ക്കുന്നത്. അങ്ങനെ നമ്മുടെ ചക്കക്കുരു പ്രിസർവ് ചെയ്യുന്നതിൻ്റെ ഫൈനൽ സ്റ്റേജ് എത്തി. ഞാനിവിടെ ഒരു തുണി ഉപയോഗിച്ചിട്ട് ഈ കലം കെട്ടി വയ്ക്കുകയാണ്. എന്നോട് പലരും ചോദിച്ചിരുന്നു എങ്ങനെ ഈ ചക്കക്കുരു പ്രിസർവ് ചെയ്യാന്നുള്ളതിൻ്റെ വീഡിയോ ചെയ്യാമോന്ന്. അപ്പോൾ അവരുടെ റിക്വസ്റ്റിനനുസരിച്ചിട്ട് ഞാൻ ചെയ്യുന്ന വീഡിയോ കേട്ടോ ഇത്. അടുത്തതായിട്ട് ചക്കക്കുരു പ്രിസർവ് ചെയ്യാനുള്ള മെത്തേഡ് ചക്കക്കുരു ഉണക്കി സൂക്ഷിക്കുകയാണ്. ഞാൻ കണ്ടില്ലേ ചക്കക്കുരുവിനെ ചെറിയ പീസുകളാക്കിയിട്ട് മുറിച്ചെടുത്തിരിക്കുകയാണ്. ഇവിടെ തൊലിയോടുകൂടെ തന്നെയാണ് ഞാൻ ചക്കക്കുരു എടുത്തിട്ടുള്ളത്, അതായത് ബ്രൗൺ കളർ. ഇതിൻ്റെ മുകളിലത്തെ വൈറ്റ് കളറല്ല, തൊലിയോടുകൂടെയുള്ള ചക്കക്കുരുവിനെ ഞാൻ ഇതുപോലെ കനം കുറച്ച് മുറിച്ചെടുത്തിരിക്കുകയാണ്. ഇങ്ങനെ കനം കുറച്ച് മുറിച്ചെടുത്ത ഈ ചക്കക്കുരു നമുക്ക് വെയിലിലിട്ടിട്ട് ഉണക്കിയെടുക്കാം. നമ്മൾ ഈ പരിപ്പൊക്കെ ഉണക്കിയിട്ടല്ലേ പ്രിസർവ് ചെയ്ത് വെക്കുന്നത്, അതുപോലെ തന്നെ നമുക്ക് ബോട്ടിലാക്കി വെക്കാം, വെയിലിട്ടിട്ട് ഉണക്കി വെച്ചത്. അതിനുശേഷം നമുക്ക് ചക്കക്കുരു ആവശ്യമുള്ള സമയത്ത് വെള്ളത്തിലിട്ടിട്ട് സോക്ക് ചെയ്തെടുക്കണം. നന്നായിട്ട് സോക്കായി വന്നതിന് ശേഷം നമ്മൾ സാധാരണ ചക്കക്കുരു ഉപയോഗിച്ചിട്ടുള്ള ഡിഷസിലൊക്കെ ഉപയോഗിക്കാം. പ്രത്യേകിച്ചും ചക്കക്കുരു, മാങ്ങ, ചെമ്മീൻ കറിയൊക്കെ ഇല്ലേ, സൂപ്പറായിരിക്കും അങ്ങനെ ഉണക്കി വെച്ചിട്ടുള്ള ചക്കക്കുരു ഉപയോഗിക്കുമ്പോൾ. ഫ്രഷ് ആയിട്ടുള്ള ചക്കക്കുരുവിൻ്റെ അത്രയും ഗുണം കിട്ടില്ല, എന്നാലും നമുക്ക് ചക്കക്കുരു ഇല്ലാത്ത കാലത്ത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുകൂടെ മുറിച്ചെടുക്കുകയാണ് ഞാൻ. അതിനുശേഷം ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുള്ള ഈ ചക്കക്കുരുവിനെ ഞാൻ വെയിലിലിട്ടിട്ട് ഉണക്കിയെടുക്കുകയാണ്. ഇപ്പോൾ ചക്കക്കുരുള്ള സീസണിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ചക്കയും ചക്കക്കുരുവും കിട്ടാത്ത സീസണിൽ ഉപയോഗിക്കാം. ഇനി നമുക്കിത് വെയിലിലിട്ടിട്ട് ഉണക്കിയെടുക്കാം. ഇത് 3 ദിവസം ഉണങ്ങിയ നമ്മുടെ ചക്കക്കുരുവാണ്. നന്നായിട്ട് തന്നെ ഉണങ്ങി വന്നിട്ടുണ്ട് അല്ലേ. ഇനി ഇന്നും കൂടെ ഉണങ്ങിയതിന് ശേഷം വെയിലിൽ നിന്ന് മാറ്റിയാണ് കേട്ടോ. നന്നായിട്ട് തന്നെ ഉണങ്ങി വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഇത് ചക്കപ്പൊടി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചക്കയാണ്. പച്ച ചക്ക അങ്ങനെ ഉണക്കാൻ ഇട്ടതാട്ടോ. ജാക്ക് ഫ്രൂട്ട് പൗഡർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പാക്ക് ചെയ്ത് കിട്ടും. അങ്ങനെ ജാക്ക് ഫ്രൂട്ട് പൗഡർ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം, അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇത് ചക്ക ഉണക്കി വെക്കുന്നതാണ്. ഈ ചക്ക നമുക്ക് ചക്ക ഇല്ലാത്ത കാലത്ത് ഒന്ന് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് തോരനോ അല്ലെങ്കിൽ ചക്കക്കൂട്ടാനോ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മുടെ ചക്കക്കുരു ഉണക്കിയെടുത്തതാട്ടോ ഇത്. കണ്ടില്ലേ, നന്നായിട്ട് തന്നെ ഉണങ്ങി വന്നിട്ടുണ്ട്. ഞാൻ കനം കുറഞ്ഞിട്ട് സ്ലൈസ് ചെയ്തതുകൊണ്ട് നന്നായിട്ട് തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കാം. നമ്മൾ പരിപ്പൊക്കെ വെള്ളത്തിലിട്ടിട്ട് സോക്ക് ചെയ്തിട്ട് നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ തന്നെ ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഒരു ഹാൻഡ്ഫുൾ ചക്കക്കുരു എടുക്കാം. അത് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തതിന് ശേഷം പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് കറികളിലൊക്കെ യൂസ് ചെയ്യാം. ചക്കക്കുരു ഇങ്ങനെ നമുക്ക് പ്രിസർവ് ചെയ്ത് വയ്ക്കാം. നന്നായിട്ട് അടച്ചിട്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള സ്പേസിൽ നമുക്ക് ഈ ചക്കക്കുരു കീപ്പ് ചെയ്യണം. ഇനി നമുക്ക് ഫ്രിഡ്ജിലും ചക്കക്കുരു സൂക്ഷിക്കാം കേട്ടോ. ഫ്രീസറിൽ സൂക്ഷിക്കാം, ഫ്രിഡ്ജിലും സൂക്ഷിക്കാം. അപ്പോൾ ഫ്രീസറിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചക്കക്കുരു മുറിച്ചെടുത്തിട്ടുണ്ട്. ഏത് ആവശ്യത്തിനുള്ള ചക്കക്കുരുവാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം ചക്കക്കുരു മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ കറിക്കും തോരനുക്കൊക്കെ വേണ്ടിയിട്ടുള്ള ചക്കക്കുരുവാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ഒരു ചക്കക്കുരുവിനെ 3-4 പീസാക്കിയിട്ട് മുറിച്ചെടുത്തതാണ്. ഇങ്ങനെ ചക്കക്കുരുവിൻ്റെ തൊലി കളഞ്ഞിട്ടുണ്ട്, വൈറ്റ് പോർഷന്. ബ്രൗൺ പോർഷൻ കളഞ്ഞിട്ടില്ല. വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് ഈ ബ്രൗൺ പോർഷൻ, അപ്പോൾ ഞാനിത് കളയുന്നില്ല. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു സിബ്ലോക്ക് ബാഗ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ സിബ്ലോക്ക് ബാഗിലോട്ട് ഞാൻ ഈ ചക്കക്കുരു മാറ്റുകയാണ്. ഇതിപ്പോൾ ഒരു ഡിഷിലോട്ട് വേണ്ടിയിട്ടുള്ള ചക്കക്കുരുവാണ്. ഇങ്ങനെ ഓരോ ഡിഷിലോട്ട് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് മാറ്റി വയ്ക്കണം.
അല്ലാതെ എല്ലാം കൂടെ ഒന്നിച്ച് വെക്കരുത്. അങ്ങനെയെങ്കിൽ ഡീഫ്രോസ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഫ്രീസറിൽ വെക്കേണ്ടി വരും. അപ്പോൾ ചക്കക്കുരു കേടുവരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പോയ്സണിങ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ഫുഡ് പോയ്സൺ. അപ്പോൾ അതിനുള്ള റിസ്ക് ഒന്നും ഉണ്ടാക്കരുത്. ഇങ്ങനെ ആവശ്യമുള്ള ഡിഷിലോട്ടുള്ള ചക്കക്കുരു മാത്രം സൂക്ഷിക്കുക. ഈ ബാഗ് നമുക്ക് ലോക്ക് ചെയ്യാം. ഇനി കുറച്ച് മതിയെങ്കിൽ ഇതിൻ്റെ പകുതി വലിപ്പമുള്ള ബാഗ് മതി കേട്ടോ, എടുത്താൽ മതി. എൻ്റെ കയ്യിൽ ഇത്രയൊക്കെ ബാഗാണ് ഉള്ളത്, അതുകൊണ്ട് പിന്നെ ഞാനിത് എടുത്തുവെന്നേ ഉള്ളൂ. ഇനി ഞാനിത് ഫ്രീസറിലോട്ട് വയ്ക്കുകയാണ്. ഈ ഫ്രീസറിലോട്ട് ഇതുപോലെ നമുക്ക് എത്ര വേണോ ചക്കക്കുരുയുടെ അവൈലബിലിറ്റിക്ക് അനുസരിച്ചിട്ട് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം. ഫ്രീസറിൻ്റെ സൈസ് കൂടെ നോക്കണം കേട്ടോ. അതുപോലെ ഫ്രിഡ്ജൊന്നും ഓഫ് ചെയ്തിട്ടൊന്നും ചെയ്യരുത്. അപ്പോൾ ഞാനിത് ഫ്രീസറിലോട്ട് മാറ്റും. ഇത് ചക്കക്കുരു ഫ്രീസറിൽ നിന്ന് എടുത്തതിന് ശേഷം ഒന്ന് ഡീഫ്രോസ്റ്റ് ചെയ്തെടുക്കുക. പിന്നെ കട്ട് ചെയ്യാനൊന്നും നിൽക്കരുത്, ഡയറക്റ്റ് തന്നെ കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടേ. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ ചക്കക്കുരു പ്രിസർവ് ചെയ്ത് വെക്കാനുള്ള ഒരുപാട് മെത്തേഡുകൾ കണ്ടില്ലേ. ഇത് അടുത്തൊരു മെത്തേഡാണ് കേട്ടോ. ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൽ നല്ല കേടൊന്നും ഇല്ലാത്ത ചക്കക്കുരു ഇട്ട് വയ്ക്കാം. ഇങ്ങനെയൊക്കെ ചക്കക്കുരു എടുക്കുമ്പോൾ ഒരു കേടുണ്ടാകരുത്, ഇവനൊരു പൊള്ളി പോലും ഉണ്ടാവരുത് കേട്ടോ. കണ്ടോ ഇതിൻ്റെ ഇവിടെയൊക്കെ കട്ടിങ് ഉണ്ട്, മുള വരുന്നുണ്ട്, ഇതൊന്നും പറ്റില്ല. ഇങ്ങനെയൊന്നും ഉണ്ടാവരുത്. ഇങ്ങനെയൊന്നും ഇല്ലാത്ത ചക്കക്കുരു നമുക്കൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ ഇതുപോലെ ആക്കിയിട്ട് അടച്ചു വയ്ക്കാം. ഫ്രിഡ്ജിൻ്റെ ഡോറിൽ അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ അകത്തോ എവിടെയാണ് സൗകര്യമെങ്കിൽ വയ്ക്കാം. നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കുന്ന മെത്തേഡ് കണ്ടല്ലോ, പക്ഷെ അത് നമുക്ക് ഡീഫ്രോസ്റ്റ് ചെയ്ത് ഉടനെ ഉപയോഗിക്കണം. പക്ഷെ നമ്മൾ ഇങ്ങനെ ചക്കക്കുരു പ്രിസർവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കേടുകൂടാതെ തന്നെ 3-4 മാസം ഇരിക്കും കേട്ടോ. ഫ്രിഡ്ജൊന്നും ഓഫ് ചെയ്തിടരുത്. കേടുകൂടാതെ ഈ മെത്തേഡിൽ സൂക്ഷിക്കുകയാണെങ്കിൽ 3-4 മാസം ഇരിക്കും ഈ ചക്കക്കുരു. നല്ല ചക്കക്കുരുകൾ മാത്രം സെലക്ട് ചെയ്തിട്ടിടണം. കേടുവന്ന ചക്കക്കുരു ഒന്നും യൂസ് ചെയ്യരുതേ. നമുക്കിത് അടച്ചു വയ്ക്കാം. എനിക്ക് ഇങ്ങനെ കിട്ടിയത് ഞാൻ കളക്ട് ചെയ്ത് വെച്ചതാണ്, കുറേശ്ശെയായിട്ട് കളക്ട് ചെയ്തിട്ട് ഈ ബോട്ടിലാക്കി വെച്ചതാണ്. ഞാനിത് ഫ്രിഡ്ജിൻ്റെ ഡോറിലാട്ടോ ഞാൻ സൂക്ഷിക്കുന്നത്. എങ്ങനെ ഒരു 4 മാസം ഇരിക്കും ഇങ്ങനെ ചക്കക്കുരു പ്രിസർവ് ചെയ്ത് വെക്കുമ്പോൾ. അങ്ങനെ നമ്മുടെ ചക്കക്കുരു പ്രിസർവ് ചെയ്ത് വെക്കുന്ന മെത്തേഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? 4 മെത്തേഡുകളാട്ടോ ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. ഒന്ന് ട്രഡീഷണൽ മെത്തേഡാണ്, 3 നമുക്ക് സാധാരണ നമ്മൾ ചെയ്യുന്ന മെത്തേഡുകളുമാണ്. അപ്പോൾ ചക്ക ഇല്ലാത്ത കാലത്ത് ചക്കക്കുരു വേണമെന്നുള്ളവർക്ക് ഫോളോ ചെയ്യാവുന്ന മെത്തേഡുകളാണിത്. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളും വ്ളോഗ്സും വീഡിയോസും എല്ലാം ആയിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.